ഇന്ന് നമ്മളുള്ളത് വർക്ക് നടക്കുന്ന ഒരു സൈറ്റിലാണ്. ഇവിടെ നമ്മൾ സപ്ലൈ ചെയ്ത ഡെലിവറി ചെയ്ത വിൻഡോസിനെ കുറിച്ച് കാണിക്കാനും ഇത് എങ്ങനെയാണ് സ്റ്റീൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനും വേണ്ടിയിട്ടാണ്. ഈ ഒരു 3 കള്ളി വിൻഡോ 3 ഷട്ടർ വിൻഡോ നിങ്ങൾ സൈസ് കണ്ടില്ലേ, 210 ഹൈറ്റ് ആണ്, 210 സെന്റിമീറ്റർ ആണ് അതിന്റെ ഹൈറ്റ്, ലിൻഡൽ ഹൈറ്റ് ആണ്. അതുപോലെ ഇത് ഇവിടെ ഫൗണ്ടേഷൻ വർക്കാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. പടവിന്റെ കൂടെ ചെങ്കൽ കൊണ്ടാണ് ഈ വീട് പടവ് നടത്തുന്നത്. ഈ വീട് പടവിന്റെ കൂടെ തന്നെ വിൻഡോ വെച്ച് പോകുന്നതാണ് ഏറ്റവും വിൻഡോക്ക് സ്ട്രോങ്ങും ഏറ്റവും നല്ലതും അത് തന്നെയാണ്. ചില ആളുകൾ നമ്മളെ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം അവിടെ വിൻഡോന്റെ സ്പേസ് ഇട്ടിട്ട് പിന്നീട് ആ ഗ്യാപ്പിലാണ് വിൻഡോ പിന്നീട് വെക്കുക. അങ്ങനെയും ചെയ്യാം, പക്ഷെ ഒന്നുകൂടെ നല്ലത് പടവിന്റെ കൂടെ തന്നെ വെച്ച് പോകുന്നതാണ്. ഇത് നമ്മൾ കിച്ചൺ സൈഡിലോട്ട് ചെയ്ത ടാറ്റ സ്റ്റീൽ കൊണ്ട് തന്നെ നമ്മൾ തന്നെ ഫുള്ളായിട്ട് ഡോർ അടക്കം മേക്ക് ചെയ്തൊരു കിച്ചൺ ഡോറാണ്. കിച്ചൺ ഓപ്പൺ ടെറസിലൊക്കെ വെക്കാൻ പറ്റിയ ഡോറാണ്. ഇത് നമ്മളുടെ ഡോർ ഫ്രെയിംസ് ആണ്. ഇതെല്ലാം തല തിരിച്ചിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് നമ്മളിത് തിരിച്ച് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിൻഡോ കണ്ടില്ലേ, ഇതൊരു 3 കള്ളി ഡിസൈൻ ടൈപ്പ് വിൻഡോ ആണ്. ഇതിൻ്റെ ചെറിയ കള്ളി കിളിവാതിൽ എന്നൊക്കെ പറയും, താഴെയും തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ സിമെൻറ്റ് നിറക്കണം. അതായത് നമ്മൾ വെക്കുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് ഇതിൻ്റെ അടിഭാഗത്ത്, ഫ്രെയിമിൻ്റെ അടിഭാഗത്ത് ഈ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ നന്നായിട്ട് സിമെൻറ്റ് നിറക്കണം. സിമെൻറ്റ് നിറച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, സിമെൻറ്റ് നിറച്ച് ഇത് ഫസ്റ്റ് ദിവസമാണ്. വീഡിയോ നമ്മളിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് 1ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മളിവിടെ സിമെൻറ്റ് ഫില്ല് ചെയ്യും. ഇതിനകത്ത് കൂടെ സിമെൻറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മൾ പടവിൻ്റെ കൂടെ തന്നെ നമ്മൾ സിമെൻറ്റ് ഫില്ല് ചെയ്ത് പോവുകയാണെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ താഴെ വരുന്ന ഭാഗത്ത് നമുക്ക് സിമെൻറ്റ് കറക്റ്റായിട്ട് ഫില്ലാവില്ല. അതുകൊണ്ട് തന്നെ വിൻഡോ എപ്പോഴും അടിഭാഗത്ത് ഫില്ല് ചെയ്തിട്ട് ഒരു ദിവസം വെക്കണം. പിറ്റേ ദിവസം മാത്രമാണ് വിൻഡോ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ ഈ അടിഭാഗത്ത് മാത്രമേ നിങ്ങൾ സിമെൻറ്റ് നിറക്കാവുള്ളൂ. ഒരിക്കലും വിൻഡോസിൻ്റെ 4 സൈഡിലും നിങ്ങൾ തലേ ദിവസം നിറച്ച് വെക്കരുത്. അത് വർക്കിൻ്റെ കൂടെയാണ്, പടവിൻ്റെ കൂടെയാണ് ഈ ഭാഗത്ത് നിറച്ച് വെക്കേണ്ടത്. ഇത് നമ്മൾ ഒരു ക്ലാമ്പ് കൊടുത്തിരിക്കുകയാണ്. ഇത് പടവിൻ്റെ കൂട്ടത്തിൽ ആ കല്ലിൻ്റെ എഡ്ജിക്ക് ഗ്യാപ്പിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ സിമെൻറ്റിൽ നല്ല പിടുത്തം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അത് നമ്മൾ അങ്ങനെ വെച്ചിരിക്കുന്നത്. അതുപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഗ്ലാസ് വെക്കുന്ന ഈ ഒരു പാർട്ടാണ്. ഇവിടെ ഒരു ബീഡിങ് നമ്മൾ വെച്ചിട്ടുണ്ട്, ഗ്ലാസ് ബീഡിങ്. അത് ജസ്റ്റ് സ്ക്രൂ അയച്ചെടുത്താലും നമുക്ക് അതിൽ ഗ്ലാസ് ഇടാം. ഇഞ്ചസ് കാര്യങ്ങൾ ഇതിലൊക്കെ സിമെൻ്റ് ആവുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം. നമുക്കിത് ഊരിയെടുക്കണമെങ്കിൽ ഷട്ടർ നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഇഞ്ചസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്പർ ഇട്ട് വെച്ചാൽ മതി. നമ്പർ ഇട്ട് വെച്ചതിന് ശേഷം പിന്നീട് നമുക്ക് ഈസി ആയിട്ട് റീസെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിലൊക്കെ സിമെൻ്റ് ആവും എന്നുള്ളതാണ് ഒരു പ്രോബ്ലം. പിന്നെ ഈ ഒരു പാർട്ടിലും നമുക്ക് സിമെൻറ്റ് നിറക്കാം. അതിന് മുകളിൽ ചില ആളുകൾ സെൻറ്റർ പാർട്ടിൽ സിമെൻറ്റ് നിറക്കാറില്ല. അങ്ങനെ നിറച്ചിട്ടില്ലെങ്കിൽ നമ്മളതിൽ വിൻഡോ എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് സ്റ്റീലിൽ ടച്ച് ചെയ്യുന്ന ഒരു സൗണ്ട് വരും എന്നുള്ളതാണ്. ഞാൻ അതിൽ വ്യക്തമായിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ കസ്റ്റമേഴ്സിന് നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ആ സെൻറ്റർ പാർട്ട് ഫില്ല് ചെയ്യണ്ട എന്ന് പറയുന്ന ആളുകൾക്ക് നമ്മൾ അവിടെ ഒരു ക്ലോസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും കോമൺ ആയിട്ട് നമ്മൾ അവിടെ ക്ലോസ് ചെയ്തിട്ടാണ് കൊടുക്കുക. അത് ഫില്ല് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമ്മളൊരു ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാർട്ട് പൊട്ടിയിട്ട് അടിയിലോട്ട് പോകും, അവിടെ ഗ്യാപ്പായി മാറും. അതിനുശേഷം അതിൽ നമുക്ക് സിമെൻറ്റ് നിറക്കാം. ഇനി സിമെൻറ്റ് നിറക്കണ്ട എന്നുള്ളവർക്ക് അത് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല, അതിൽ സിമെൻറ്റ് നിറക്കേണ്ട ആവശ്യമില്ല. രണ്ടും നല്ലതാണ്. ചില ആളുകൾക്ക് നിറച്ചാലാണ് അതിൻ്റെ ഒരു സ്ട്രെങ്ത് വരുള്ളൂ എന്നുള്ളത് ഒരു അഭിപ്രായം പറയുന്ന ആളുകൾക്ക് നമ്മൾ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ശരിക്കും അത് ഫില്ല് ചെയ്തിട്ട് ഇടുന്നത് തന്നെയാണ് നല്ലത്. ആ സൗണ്ട് പ്രോബ്ലം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യണ്ട. ഇവിടെ നമ്മൾ വിൻഡോസ് എല്ലാം ഒരു സൈഡിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോർക്കുള്ള വിൻഡോസാണ്, വെന്റിലേഷൻ മുതൽ എല്ലാ ടൈപ്പ് വിൻഡോ. ഇത് നമ്മൾ ഇപ്പോൾ ഡേ 2 ആണ്, 2ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടു. ജനലുകളെല്ലാം എല്ലാ ഭാഗത്തും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സെക്കൻഡ് ഡേ. ഇത് ഇവിടെ തട്ടുമ്പോൾ സൗണ്ട് കണ്ടില്ലേ, വേറെയാണ്. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ സിമെൻറ്റ് നിറച്ചത് കൊണ്ട് വേറെ സൗണ്ടാണ്. രണ്ടും 2 സൗണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് സിമെൻറ്റ് നിറക്കണം എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ നിറച്ച് വെച്ച് വിൻഡോ ആണ്. ഇന്നിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്, നമ്മൾ വിൻഡോ എല്ലാം ഫിക്സ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ 3 കള്ളി വിൻഡോസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ പടവിൻ്റെ കൂടെ താഴെ ഭാഗം ഓൾറെഡി നമ്മൾ ഫില്ല് ചെയ്തു. സിമെൻറ്റ് ഓൾറെഡി നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഓക്കെയാണ്. ഇനി നമുക്ക് വരുന്നത് ബാക്കി മുകളിലും
രണ്ട് സൈഡിലുമാണ്. രണ്ട് സൈഡിൽ നമ്മൾ ഈ പടവിൻ്റെ കൂടെ തന്നെ ഫില്ല് ചെയ്ത് പോയാൽ മതി. പിന്നെ ഈ ഒരു വിൻഡോ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു പ്ലംബ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പണിക്കാർ ഇത് ചെക്ക് ചെയ്ത് നോക്കുകയാണ്, വിൻഡോ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ലെവലാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. അത് പുറത്തോട്ട് അതിൻ്റെ മറി, രണ്ട് സൈഡിലേക്കും അതിൻ്റെ മറി നമ്മൾ ചെക്ക് ചെയ്യണം. അത് തൂക്കട്ടൊക്കെ വെച്ച് ചെക്ക് ചെയ്യണം. പ്ലംബ് എന്ന് പറയും. ഇങ്ങനെയാണ് ഫില്ല് ചെയ്തേണ്ടത്. സിമെൻറ്റ് ഫില്ല് ചെയ്യേണ്ടത് ഓരോ കല്ല് നമ്മൾ പടുക്കുന്നതോട് കൂടി ആ ഗ്യാപ്പിലോട്ട് സിമെൻറ്റ് ഫില്ല് ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല സ്ട്രെങ്ത് ആയിരിക്കും. ഒരിക്കലും ഇനി ഇത് നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ കഴിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഇതിൽ സിമെൻ്റ് ആയി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് പിന്നീട് ഗ്ലാസ് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളാന്ന് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വിൻഡോ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇതിലാവുന്ന സിമെൻറ്റൊക്കെ അതാത് ദിവസം തന്നെ വൈകുന്നേരം നമ്മളൊന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കഴുകി കഴിഞ്ഞാൽ അത് പോകും. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇറക്കേണ്ട സിമെൻറ്റിൻ്റെ ഒരു റേഷ്യോ പറയാം. 1:3 ആണ് ഏറ്റവും നല്ലത്. ഒരു ചട്ടി സിമെൻറ്റ് നമ്മൾ ഇടുന്ന സമയത്ത് 3 ചട്ടി എംസാൻഡ് അല്ലെങ്കിൽ മണൽ നമ്മൾ മിക്സ് ചെയ്യണം. 1:3. ഒരു ചട്ടി സിമെൻറ്റിന് 3 ചട്ടി മണൽ. ചില ആളുകൾ മെറ്റൽ ഫില്ല് ചെയ്യാറുണ്ട്. മെറ്റലും കൂടി മിക്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലത് ബേബി മെറ്റലാണ്. ചെറിയ ടൈപ്പ് മെറ്റലില്ലേ, അതാണ് ഏറ്റവും നല്ലത്. വലിയ മെറ്റൽ നിങ്ങൾ ഇതിൽ ഇടുകയാണെങ്കിൽ അത് മെറ്റൽ ആ കല്ലുകൾ തമ്മിൽ ടച്ച് ചെയ്ത് അതിൽ കറക്റ്റ് സിമെൻറ്റ് ഫില്ലായിട്ടില്ലെങ്കിൽ എയർ ഗ്യാപ്പ് വരും, എയർ ടൈറ്റ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് മെറ്റൽ ഇടരുതെന്ന് പറയുന്നത്. മെറ്റൽ ഇടാതെയും നമുക്കിത് ചെയ്യാം. മെറ്റൽ ഇടാതെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഇല്ല, നല്ലതാണ്, കുഴപ്പമില്ല. അപ്പോൾ 1:3 എന്നുള്ള രീതിയിൽ ഇട്ടാൽ മതി. ഇനി മെറ്റൽ നിങ്ങൾക്ക് ആഡ് ചെയ്യണം എന്നുള്ള നിർബന്ധം ഉള്ള ആളുകളാണെങ്കിൽ 1:3:1, അതായത് ഒരു ചട്ടി സിമെൻറ്റ്, 3 ചട്ടി മണൽ അല്ലെങ്കിൽ എംസാൻഡ്, ഒരു ചട്ടി ബേബി മെറ്റൽ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു റേഷ്യോ വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ബാക്കിയുള്ള ബെഡ്റൂംസിനൊക്കെ ഡോർ ഫ്രെയിമുകളുണ്ട്. അപ്സ്റ്റെയറിലോട്ടുള്ള ഡോർ ഫ്രെയിമുകളുണ്ട്. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച കിച്ചണിൻ്റെ ഡോറ് ഊരി വെച്ചിരിക്കുകയാണ്. ഈ വിൻഡോസ് എല്ലാം നല്ല ഹൈറ്റിലാണ്, ലിൻഡൽ ഹൈറ്റിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഈ ടാറ്റ സ്റ്റീൽ കൊണ്ട് നമ്മൾ 4:2.5 ഇതിൻ്റെ ഫ്രെയിം സൈസ് വരുന്നത്. ഹൈറ്റ് വരുന്നത് 210 സെൻറ്റിമീറ്റർ ലിൻഡൽ. ഇനി ഈ ജനലിൻ്റെ മുകളിൽ കറക്റ്റ് ലിൻഡലാണ് വരുന്നത്. ലിൻഡൽ ആ ഒരു കോൺക്രീറ്റ് ആണ് ഇനി മുകളിൽ വരുന്നത്. അപ്പോൾ ഇത്രയും ഹൈറ്റിലൊക്കെ നമുക്ക് വിൻഡോ ചെയ്യാം, ഏത് സൈസിലും വിൻഡോ ചെയ്തെടുക്കാം. ചില കസ്റ്റമേഴ്സ് നമ്മളെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ 3 കള്ളി വിൻഡോ, 3 ഷട്ടർ വരുന്ന വിൻഡോക്ക് എത്ര രൂപയാണ്, അല്ലെങ്കിൽ 4 കള്ളി വരുന്ന വിൻഡോസിന് എത്ര രൂപയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ശരിക്കും ഇത് കസ്റ്റമൈസ്ഡ് ആണ്, നമുക്ക് അളവുകൾക്ക് അനുസരിച്ചാണ് റേറ്റ് പറയുന്നത്.